പ്രിയപ്പെട്ട അധ്യക്ഷ സഖാവെ, ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമായ സഖാക്കളെ, സുഹൃത്തുക്കൾ, നമുക്കറിയാം ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ ആ ഗവൺമെന്റിന് പിന്തുണ നൽകിയപ്പം ഇടതുപക്ഷ പാർട്ടികളുടെ നിർദ്ദേശാനുസരണമാണ് അന്ന് ആ UPA ഗവൺമെന്റ് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം മഹാത്മാഗാന്ധിയുടെ പേരിൽ പ്രഖ്യാപിച്ചതെന്ന് അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പം കാണാൻ കഴിയും. അതിന് വലിയ ചലനമാണ് ഇന്ത്യ സമൂഹത്തിൽ ഉണ്ടാക്കിയത്. പട്ടിണി കിടക്കുന്ന, തൊഴിലില്ലാത്ത ഒരു വലിയ വിഭാഗത്തിന് പരിമിതമായ തൊഴിൽ ചെയ്ത് ഒരു ന്യായമായ ഒരു വരുമാനം കിട്ടുന്ന, പട്ടിണി മാറ്റാൻ സഹായിക്കുന്ന, ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന, അതോടൊപ്പം കുറേയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമായ ഒരു പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവും എന്ന കാര്യം കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതില് കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ പേര് നിർത്തുക എന്നുള്ള ഒന്നാമത് ചെയ്യുക. ഗാന്ധിജിയെ കൊന്ന നിഷ്ഠൂരന്മാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഗാന്ധിജിയുടെ പേര് പോലും പ്രിയമുള്ളവരെ, ഇവറ്റകൾക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷാ അതിന്റെ കറക്റ്റ് കമ്പനിക്ക് ഭയമുണ്ടാക്കുന്നതാണ്, പേടിയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഗാന്ധിജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് തന്നെ മാറ്റിക്കൊണ്ട് ഫലത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാനും ആ പദ്ധതിയുടെ ബാധ്യത വരുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ദ്രോഹകരമായ നയം നടപ്പിലാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ആ പദ്ധതിയുടെ പേര് പോലും ഗാന്ധിജിയെ കൊന്ന ഇവര് ഗാന്ധിജിയുടെ പേര് പോലും ഓർമ്മിക്കാൻ ഉരുള്ള താല്പര്യമല്ല. അത്ര നികർഷന്മാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അവസ്ഥ രാജ്യത്തുണ്ടാക്കിയത് ഗാന്ധിജിയുടെ ശിഷ്യന്മാരെന്ന് ഭാവിച്ച് ഓണകം പോലും കഥകം ധരിച്ച് നടക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. എല്ലാം കതറ, ഷർട്ട് കതറാണ്, മുണ്ട് കതറാണ്, കവിയനം കതറാണ്, എല്ലാം കതറ. കതകം ധരിച്ച് നടക്കുന്ന ഇവറ്റകൾ ഭരിച്ച് അവസാനം ഗാന്ധിജിയെ കൊന്നോണ്ട കയ്യിൽ രാജ്യം എത്തിച്ചു കൊടുത്തു എന്ന മഹാദുരന്തമാണ് പ്രിയമുള്ളവരെ നമ്മൾ നേരിടുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുപോലെ ഗാന്ധിജിയുടെ പേരിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സഹിക്കാൻ കഴിയുന്നില്ല നരേന്ദ്രമോദിക്കും RSSകാർക്കും. ഗാന്ധിജിയെ നിസ്തൂരമായി കൊല ചെയ്ത കാപാലികന്മാർ ഇന്ത്യ ഭരിക്കുന്നു. ആ നാണംകേടാണ് ഇന്ത്യ ജനത എന്ന് പേരുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒന്ന്, ഗാന്ധിജിയുടെ പേര് പോലും ഓർമ്മിക്കാൻ പാടില്ല. രണ്ട്, തൊഴിലുറപ്പ് നിയമങ്ങൾ വഴി രാജ്യത്ത് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനം കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു വരുമാന മാർഗം, ഒരു തൊഴിലിന് പരിമിതമായ തൊഴിലെടുത്ത് ഉള്ളൊരു വരുമാന മാർഗം ഇല്ലാതാക്കാനും അതിന്റെ ഭാരം കഴിയുമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന നിർദ്ദേശമാണ് നരേന്ദ്രമോദിയും കൂട്ടരെ നയിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാരായ RSSകാരുടെ തീരുമാനം. അതാണ് അവർ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഗാന്ധിജി എന്താ ചെയ്തിട്ടാ? അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. ഞങ്ങളിത് പറയുമ്പം ഗാന്ധിയൻ ആശയങ്ങളോടോ ഗാന്ധിയൻ സിദ്ധാന്തങ്ങളോടൊന്നും ഞങ്ങൾ യോജിപ്പില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ഗാന്ധിജിയുടെ രാഷ്ട്രപിതാവായി കാണുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. രാഷ്ട്രപിതാവായി രാജ്യമാകെ അംഗീകരിക്കപ്പെട്ട മഹാൻ, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സേവനമേൽപ്പിച്ച, ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് മഹാത്മാഗാന്ധി എന്ന കാര്യം
പ്രിയമുള്ളവരെ, ആരും നിഷേധിക്കുകയല്ല. ഗാന്ധിയ സിദ്ധാന്തം അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളും മഹാത്മാഗാന്ധിയുടെ ആ മാഹാത്മ്യം, രാഷ്ട്രപിതാവെന്നുള്ള പദവി അതിമഹത്തരമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഗാന്ധിയുടെ പേരിൽ തൊഴിലുറപ്പ് നിയമം വരാൻ കാരണമല്ല. UPA ഗവൺമെന്റ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ UPA ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലായിരുന്നു. അന്നത്തെ ഇടതുപക്ഷ പാർട്ടികള് CPIM, CPI, RSP തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികള് നിർണായക ശക്തിയായിരുന്നു പാർട്ടി. അപ്പോ ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആ ഗവൺമെന്റ് ഞങ്ങൾ പിന്തുണ നൽകി. ആ ഗവൺമെന്റ് ഞങ്ങൾ പിന്തുണ നൽകാൻ കാരണം RSS അധികാരത്തിൽ വരാതിരിക്കാൻ, BJP അധികാരത്തിൽ വരുന്ന തടയുക, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ സംവിധാനവും രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുക, നമ്മുടെ മൗലികാവകാശവും ജനാധിപത്യാവകാശവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPI, CPM, RSP തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ UPA ഗവൺമെന്റ് പിന്തുണ നൽകിയെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അന്ന് ഒരു കോമൺ മിനിമം പരിപാടി അവർ മുന്നോട്ട് വെച്ചു. അതിൽ ഇടതുപക്ഷത്തിന്റെ പങ്കുണ്ട്. അതിന്റെ ഭാഗമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. പ്രിയമുള്ളവരെ, അനവധി കോടി ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ, രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ, അതിൽ കൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം സമ്പാദിക്കാൻ ഒരു തൊഴിലവസരമായി അത് വികസിച്ചു. അതൊരു വലിയ മഹത്തായ ശ്രമമായിരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഗാന്ധിജിയെ കൊന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഗാന്ധിജിയെ കൊന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഗാന്ധിജിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്ന കോൺഗ്രസുകാര് ഇല്ലേ, ഭരിച്ച് ആഹപ്പാടെ നാശോന്മുഖമാക്കി അവസാനം ഗാന്ധിജിയെ കൊന്ന കാമാലികന്മാരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തു എന്ന അപമാനം, നാണക്കേട് ആണ് ഇന്ന് നമ്മുടെ പേരുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഗാന്ധിജിയെ കൊന്ന അവർക്ക് ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള ഗാന്ധിജി തൊഴിലുറപ്പ് നിയമം പോലും അദ്ദേഹത്തിന്റെ പേര് പോലും ഓർമ്മിക്കാൻ താല്പര്യമില്ല, ഭയമാണ്. അതാണ് നരേന്ദ്രമോദി കൂട്ടരും ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന കാര്യം അങ്ങേറ്റം അപമാനകരവും പ്രതിഷേധാർഹവുമാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ തൊഴിലുറപ്പ് നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളിലൊന്നാണ്. ഏറ്റവും ഫലപ്രദം അത് ഗ്രാമീണ മേഖലയുടെ റോഡ് നിർമ്മാണ രംഗത്ത്, ഗ്രാമീണ മേഖലയുടെ വികസന രംഗത്ത്, അതോടൊപ്പം ഒരു വലിയ കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു വരുമാന മാർഗമായി മാറ്റാൻ, അവരുടെ അധ്വാനം നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിൽ ഏറ്റവും ഫലപ്രദമായി കേരള സംസ്ഥാനത്ത് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം അഭിമാനപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കാണുന്നില്ലേ, ഗ്രാമപ്രദേശങ്ങളിലെ റോഡിന്റെ മെയിൻ്റനൻസ്, പുതിയ റോഡിന്റെ നിർമ്മാണം ഇല്ലേ, അത് ആരാ ചെയ്യുന്നത്? ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ആ നിയമത്തിന്റെ ആനുകൂല്യം പറ്റുന്ന ആളുകളാണ് ഈ നാടിന്റെ പുരോഗതിക്ക്, ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കെല്ലാം കാണാൻ കഴിയുന്ന. അതിലെല്ലാം ഉപരി പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർക്ക്, വഴിയില്ലാത്തവർക്ക്, തൊഴിലില്ലാത്തവർക്ക് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാനും അവരുടെ സേവനം, മനുഷ്യാധ്വാനം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യവും ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അപ്പൊ രണ്ടാണ് ലക്ഷ്യം. ഒന്ന്, ഗ്രാമീണ മേഖലയിൽ രാജ്യത്ത് പണിയെടുക്കുന്ന ഒരു വലിയ വിഭാഗത്തിന് തൊഴിലില്ലായ്മയുണ്ട്, അവർക്ക് ആശ്വാസമായി തൊഴിൽ നൽകും ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. രണ്ട്, അതിന്റെ ഭാഗമായി റോഡുകൾ വൃത്തിയാക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. മൂന്ന്, പട്ടിണിയും ദാരിദ്ര്യവും ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും പരിഹാരമാകും. ആ തൊഴിലെടുത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുള്ളതെന്ന കാര്യം
ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നീക്കുക, അത് ഗാന്ധിജിയുടെ പേര് തന്നെ വെട്ടുക. ഗാന്ധിജിയോ കൊന്നു, കുടിച്ചു മൂടി. പ്രിയമുള്ളവരെ, ഗാന്ധി ശിഷ്യന്മാർ ഭരിച്ച് ഗാന്ധിജിയെ കൊന്നവന്മാരുടെ കയ്യിൽ രാജ്യം എത്തിച്ചു കൊടുത്തു. ഗാന്ധിജിയുടെ പേര് പോലും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഇന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് സത്യമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഒന്ന്, ഗാന്ധിജിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേര് തന്നെ മാറ്റി ഗാന്ധിജിയുടെ പേര് വെട്ടി. ഗാന്ധിജിയെ പണ്ട് കൊന്നു നിഷ്ഠൂരമായി, ഗോഡ്സെയും കൂട്ടരും. ഇല്ലേ? RSSകാരാണ്, അവരാണ് കശാപ്പ് ചെയ്തത്. ആ ഗാന്ധിജിയുടെ പേര് പോലും എവറ്റുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ നാണൻകാണ്, അപമാനമാണ് പ്രിയമുള്ളവരെ ഇന്ത്യ സമൂഹം ഇന്ന് പേറുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഗാന്ധിജിയുടെ പേരോ ഉണ്ട്. ഗാന്ധിജിയെ പണ്ടേ കൊന്നു. ആ ഗാന്ധിജിയുടെ പേര് പോലും ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല എന്നാണ് RSSകാരും നരേന്ദ്രമോദി RSS നയിക്കുന്ന കേന്ദ്ര BJP ഗവൺമെന്റും എടുത്തിരിക്കുന്ന നിലപാട്. അതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നത് മാറ്റിമറിച്ചുകൊണ്ട് ഫലത്തിൽ അതിന്റെ നിയമം നടപ്പിലാക്കുന്നതിൽ വലിയ അന്തരം വരുത്തിക്കൊണ്ട്, വലിയ പ്രതിസന്ധി വരുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വരുന്ന ചെലവ് സംസ്ഥാന ഗവൺമെന്റുകളുടെ തലയെ കെട്ടിവെച്ചാനുള്ള ഭ്രാന്തൻ നിലപാട് നരേന്ദ്രമോദിയും RSSും സംഘപരിവാർ ശക്തികളും സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യം വളരെ ഗൗരവവും അങ്ങേറ്റം പ്രതിഷേധത്തോടും അമർഷത്തോടും കൂടി മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. സംസ്ഥാന ഗവൺമെന്റ് ജനക്ഷേമ പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്, ഔദാര്യമല്ല. അതിപ്പോ ഗാന്ധിജി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമങ്ങളിൽ കൂടി വേണമെന്നില്ല. ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കൂടി നിർമ്മാണ പ്രവർത്തനം നടത്താനും ഒരു വലിയ വിഭാഗത്തിന് തൊഴിൽ നേടിക്കൊടുക്കാനും അതിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നതിനും ഒരു വലിയ മുന്നേറ്റം രാജ്യത്തുണ്ടാക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട്. അതൊരു ഭാഗം. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രിയപ്പെട്ടവരെ, ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അല്ലാതെ തന്നെ 2000 രൂപ വെച്ച് 62 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുക. 62 ലക്ഷം പേർക്ക് 1000 രൂപ വെച്ച് അമ്മമാർക്ക്, സ്ത്രീകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് തന്നെ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിനും ഇഷ്ടമല്ല. 62 ലക്ഷം പേർക്കാണ് 2000 രൂപ വെച്ച് പെൻഷൻ. ജീവിക്കാൻ വഴിയില്ലാത്തവർക്ക് വീടുകളിൽ എത്തിക്കുന്നത്, കൈകളിൽ എത്തിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതിനെപ്പറ്റി പറയുമ്പോൾ ശാരദന്മാര് പറയും, പ്രത്യുൽപാദനപരമല്ലത്, പ്രത്യുൽപാദനപരം അല്ല എന്നെല്ലാം പറയും. പ്രിയമുള്ളവരുടെ കോൺഗ്രസും ആ അഭിപ്രായങ്ങൾ പലപ്പോഴും വെച്ച് കൊള്ളുത്തുന്നുണ്ട്. എന്തുകൊണ്ടെന്നാണ് പ്രത്യുൽപാദനപരമായ സംവിധാനം ഉണ്ടാക്കാൻ രാജ്യത്തെ സംഭാവന ചെയ്യാൻ കഴിയാത്തവർ, ഇല്ലേ? 47 ആഗസ്റ്റ് 15 മുതൽ രാജ്യത്തിന്റെ ഭരണം അപ്പനും രാത്രിയും മകള് ഇന്ദിരയും എല്ലാരും ഇരുന്നും കിടന്ന് നിരങ്ങി പഠിച്ച് ഈ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കിയവര് അവസാനം ഗാന്ധിജിയെ കൊന്ന സംഘത്തിന്റെ കയ്യിൽ രാജ്യം എത്തിച്ചു കൊടുത്തു. ആ സംഘമാണ് നരേന്ദ്രമോദിയെ നയിക്കുന്നത്. RSS ആണ്. ആ RSSന്റെ ഗാന്ധിജിയുടെ പേര് പോലും ഇഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല, ഗാന്ധിജി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പാവപ്പെട്ട ആളുകളെ കയ്യിൽ കിട്ടുന്ന സാമ്പത്തിക സഹായം ഇല്ലാതാക്കിക്കൊണ്ട് അതും കൂടി രാജ്യത്തെ കുത്തക മുതലാളിമാർക്കും ഭൂപ്രഭുക്കൾക്കും സമ്പന്നവർക്കും പങ്കുവെച്ച് നൽകുക എന്ന ഭ്രാന്തൻ ആശയമാണ് കേന്ദ്ര BJP ഗവൺമെന്റ് ഈ തീരുമാനത്തിൽ കൂടി, ഈ നിലപാടിൽ കൂടി സ്വീകരിക്കുന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നല്ല കാര്യമല്ല. ഗാന്ധിജിയെ കൊന്നു നിഷ്ഠൂരമായി.
മഹാത്മാഗാന്ധി എന്താ അബദ്ധം ചെയ്തിട്ടാ? ഒരബദ്ധവും അദ്ദേഹം ചെയ്തില്ല. ഇത് ഞങ്ങൾ പറയുമ്പോൾ ഗാന്ധിജിയുടെ ആദർശങ്ങളോട് ഞങ്ങൾക്ക് എല്ലാത്തിനോടൊന്നും യോജിപ്പെട്ടായിട്ട് പറയല്ല. ഗാന്ധിയ സിദ്ധാന്തം പാപ്പരായ പൊഴിഞ്ഞ സിദ്ധാന്തമാണെന്ന് കരുതുക. പക്ഷെ ഗാന്ധിജി എന്ന രാഷ്ട്രപിതാവിനെ രാഷ്ട്രപിതാവായാണ് നമ്മൾ കാണുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും കോൺഗ്രസുകാരും എല്ലാവരും അംഗീകരിച്ച് രാഷ്ട്രം ആദരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന് നൽകിയ മഹത്തായ സംഭാവന, നേതൃത്വപരമായ പങ്ക്, ഗാന്ധിജിയുടെ പങ്ക്, അതിനൊരു ആദരവാണ് രാഷ്ട്രപിതാവെന്ന പദവി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. മഹാത്മാഗാന്ധിയെ കൊന്ന സംഘം ഇന്നത്തെ നരേന്ദ്രമോദിയുടെ സംഘമാണ്. നരേന്ദ്രമോദിയുടെ മുൻഗാമികളാണ് ഗാന്ധിയെ കൊന്നത്. ആ ഗാന്ധിയെ സിദ്ധാന്തം ഇല്ലാതാക്കുക എന്നാണ് ഗാന്ധിയെ കൊന്നോടെ പിന്മുറക്കാരനായ നരേന്ദ്രമോദിയും അദ്ദേഹം നയിക്കുന്ന അമിത്ഷാ അതിന്റെ കമ്പനിയുടെ ഗവൺമെന്റും പ്രിയമുള്ളവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തൊഴിലുറപ്പ് നിയമം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒന്ന്, അതിന്റെ പേര് തന്നെ ആദ്യം മാറ്റി. ഗാന്ധിയുടെ പേര് പോലും നരേന്ദ്രമോദിക്കും അമിത്ഷാ കമ്പനിക്ക് പേടിയുണ്ടാക്കുന്നു. പേര് മാറ്റി, മഹാത്മാഗാന്ധി എന്നുള്ളത് മാറ്റി. രണ്ട്, ആ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അട്ടിമറിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാവും. പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിൽ ഗ്രാമീണ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും ഒരു വലിയ വിഭാഗം പാവപ്പെട്ട ആളുകൾ, തൊഴിലില്ലാത്തവര്, പട്ടിണി കിടക്കുന്നവർ, ഭൂമിയും വെട്ടുകത്തിയും എല്ലാമായി നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കൂടി 2 ലക്ഷം കുറെ നിർമ്മാണ പ്രവർത്തനം നടക്കും നാടിന്റെ പുരോഗതിക്ക്. 62 ലക്ഷം പേർക്ക് വലിയൊരു വിഭാഗത്തിന് പ്രിയമുള്ളവര് വലിയൊരു വിഭാഗത്തിന് ജീവിക്കാനുള്ള മാർഗം നൽകും. അതാണ് തൊഴിലുറപ്പ് നിയമത്തിന്റെ പ്രത്യേകത എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതിന്റെ പ്രത്യേകത, പ്രിയമുള്ളവർ, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് ആയുണ്ട്. 1957 മുതൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുകൾ, ഇടതുപക്ഷ ഗവൺമെന്റുകൾ വരുന്നു എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടാതെ, എന്തെങ്കിലും ചെയ്യാതെ ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാനാവില്ല. അത്തരം രാഷ്ട്രീയ അന്തരീക്ഷമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒന്നാം EMSന്റെ ഗവൺമെന്റും രണ്ടാം EMSന്റെ ഗവൺമെന്റും 80 മുതൽ അധികാരത്തിൽ വന്ന, ഇപ്പോൾ അധികാരത്തിൽ പിണറായിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചാൽ ഇപ്പൊ തന്നെ തങ്ങൾ ഊർജ്ജശ്വാസം വലിക്കുന്നു. കോൺഗ്രസ് ഊർജ്ജശ്വാസം വലിക്കുന്ന കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും, അന്ത്യകൂതാശിയായിരിക്കും രാജ്യത്തെ ജനങ്ങൾ നൽകാൻ പോകുന്നെന്ന് തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ എങ്കിലും കോൺഗ്രസ് BJP കേന്ദ്ര ഗവൺമെന്റ് ഭരിച്ചപ്പോ ഇടതുപക്ഷം പിന്നാക്കുന്നതിന് മിനിമം കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യണം, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ഡിമാൻഡ് നമ്മൾ കൊണ്ടുവയ്ക്കുകയും അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാരുമായി UPA ഗവൺമെന്റ് നേതാക്കന്മാർ, മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചർച്ച ചെയ്താണ് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നടപ്പിലാക്കാം. ഗ്രാമീണ മേഖലയിൽ പട്ടിണി ഇല്ലായ്മ ചെയ്യുന്നതിന് സഹായിക്കുമെന്നു ഗ്രാമീണ മേഖലയിൽ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നു ലക്ഷ്യം വെച്ചുകൊണ്ട് 2 ലക്ഷ്യമാണ്. ഒന്ന്, ഗ്രാമീണ മേഖലയിൽ കുറേയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. 2, ഗ്രാമീണ മേഖലയിൽ വരുമാനമില്ലാത്ത, ജീവിത മാർഗമില്ലാത്ത അനവധി കോടിക്കണക്കിന് വരുക പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം, ഒരു കൈത്താങ്ങാണ് ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഈ 2 അർത്ഥത്തിൽ, 2 കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കാൻ അന്ന് ശ്രമിച്ചത്. അന്ന് കോൺഗ്രസിന് പൂർണ്ണ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ പറയുന്ന അംഗീകരിക്കാതെ കോൺഗ്രസിന് ഗവൺമെന്റ് രൂപീകരിക്കാനാവില്ല. ഞങ്ങൾ പിന്താങ്ങാതെ അത് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സോടുകൂടിയാണ് കോൺഗ്രസ് ഗവൺമെന്റ് പ്രിയമുള്ളവരെ അന്ന് ആ നിയമം നടപ്പിലാക്കാൻ തയ്യാറായതെന്ന കാര്യവും അന്നത്തെ രാഷ്ട്രീയ സാങ്കേതിക വിലയിരുത്തിക്കൊണ്ട്
ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അത് ആ നിയമമാണ്, ആ ജനക്ഷേമ പരിപാടിയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുക, ആ പരിപാടി അട്ടിമറിക്കുക. ഗാന്ധിജിയെ പണ്ട് കൊന്നു. ഗാന്ധിജിയുടെ പേര് പോലും മൻമോഹൻ സിംഗിനും RSSകാർക്ക് ഓർക്കുന്നത് പോലും പേടിയാണ്. പ്രിയമുള്ളവര്, അദ്ദേഹത്തിന്റെ പേര് പോലും തകർക്കുക, നീക്കം ചെയ്യുക, ആ ഭ്രാന്തൻ ആശയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നല്ല ഫലപ്രദമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമർത്ഥഫലമായിട്ടാണ് UPA ഗവൺമെന്റ് കാലത്ത് ഈ നിയമം നടപ്പിലാക്കിയതെന്ന കാര്യം നമുക്കറിയാവുന്നു. അതുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ ഈ നിയമം സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹാവ് പിണറായി വിജയൻ നയിക്കുന്ന LDF ഗവൺമെന്റ് ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു അന്തരീക്ഷം ഗ്രാമീണ മേഖലയിൽ രൂപപ്പെടാൻ, പട്ടിണി ഇല്ലായ്മ ചെയ്യാൻ, കുറെ വികസന പ്രവർത്തനം നടക്കാൻ സഹായിച്ചുവെങ്കിൽ ഫലത്തിൽ അതെല്ലാം ഇല്ലാതാക്കാനും ആദ്യം ഗാന്ധിജിയുടെ പേര് വെട്ടി, ഗാന്ധിജിയെ പണ്ട് കൊന്നു, ഗാന്ധിജിയുടെ പേര് ഈ സ്കീമിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഫലത്തിൽ ആ സ്കീമിൽ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യദ്രോഹവും ജനദ്രോഹ നയമാണ് നരേന്ദ്രമോദി കൂടുതലും ചെയ്യുന്നതെന്ന കാര്യം അങ്ങേറ്റം അമർഷത്തോടും പ്രതിഷേധത്തോടും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റും സഹാവ് പിണറായി വിജയൻ നയിക്കുന്ന LDF ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആ മുന്നണി പങ്കാളികളായ എല്ലാ പാർട്ടികളും നിലപാട് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നടക്കുന്ന ഈ പ്രക്ഷോഭണം കേരളത്തിലുടനീളമാണ്. രാജ്യത്തുടനീളം ശക്തമായ പ്രക്ഷോഭണം ഉയർത്താൻ പോവുകയാണ്. ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഖിലേന്ത്യാ തോതിലും സംസ്ഥാനങ്ങളിലും കേന്ദ്ര BJP ഗവൺമെന്റ് ഭ്രാന്ത നയം, നരേന്ദ്രമോദി ഗവൺമെന്റ് ഭ്രാന്ത നയം, ഗാന്ധിജിയുടെ കൊല ചെയ്ത കാപാലികന്മാർ ഗാന്ധിജിയുടെ പേര് പോലും ഇഷ്ടപ്പെടുന്നില്ല കൂടി ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിന്, ഇന്ത്യയിലെ കുത്തക മലയാളിമാർക്ക്, ഭൂപ്രഭുക്കന്മാർക്ക് പങ്കുവെച്ച് നൽകാനുള്ള കരാറാണ് നരേന്ദ്രമോദി ഈ ദ്രോഹകരമായ നയം സ്വീകരിക്കുന്നെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഈ നീക്കത്തിനെതിരെ, നരേന്ദ്രമോദി ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ, തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭമാണ് നടത്തിവരുന്നത്. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത്. ഇത് തുടക്കം മാത്രമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത പ്രക്ഷോഭമായിരിക്കും കേന്ദ്ര BJP ഗവൺമെന്റിനെതിരെ ഈ രാജ്യത്ത് നടത്താൻ പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റും കേന്ദ്ര BJP ഗവൺമെന്റ് ഈ നയങ്ങൾക്ക് ശക്തമായി എതിരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെതിരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ കേന്ദ്ര ഗവൺമെന്റ് ദ്രോഹ നയങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇന്ന് വളരെ ശക്തമായി കേരളത്തിലുടനീളം ഈ പ്രക്ഷോഭണം സംഘടിപ്പിക്കുന്നത്. ഈ പ്രക്ഷോഭണം ദേശവ്യാപകമായി, ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും സംഘടിപ്പിക്കുമെന്ന കാര്യം ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേന്ദ്ര BJP ഗവൺമെന്റ് തൊഴിലുറപ്പ് നിയമം അട്ടിമറിക്കാനുള്ള നീക്കം നാടിന്റെ പുരോഗതി സാധ്യമാക്കുന്ന ആ പുരോഗമനപരമായ നയങ്ങൾ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ നടത്താൻ പോകുന്ന പ്രക്ഷോഭണ സമരങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അതിന്റെ സൂചന എന്ന നിലയിലാണ് ഇന്നത്തെ നമ്മുടെ സമര പരിപാടി എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.